ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം, അതായത് റൂമിനോട് അറ്റാച്ച് ചെയ്ത ബാത്റൂമിൻ്റെ വയറിങ്ങും കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇത് ബാത്റൂമിൻ്റെ എൻട്രൻസ് വരുന്നതാണ് ബാത്റൂം ഡ്രസ്സിങ് ഏരിയ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ട് മോഡുകളുടെ 130 സെൻറ്റിമീറ്ററിലാണ് വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് രണ്ട് പൈപ്പുകളാണ് പോയിരിക്കുന്നത്. ഒന്ന് അവിടെ ഒരു AC വരുന്നതുകൊണ്ട് ആ AC യുടെ പോയിന്റ് വരുന്നുണ്ട്. പിന്നെ അവിടേക്കുള്ള ഒരു ലൈറ്റ് പോയിന്റ്, ആ ഡ്രസ്സിങ് ഏരിയയിലേക്കുള്ള ലൈറ്റ് പോയിന്റ് നമ്മൾ ഈ പുറത്തു നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അതായത് ബാത്റൂമിൻ്റെ ഫ്രണ്ടിലെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന പോയിൻ്റാണ്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതായത് ബാത്റൂമിൻ്റെ അകത്തെ പോയിൻറ്റും ബാത്റൂമിൻ്റെ അകത്തെ ലൈറ്റ് പോയിൻറ്റും ഡ്രസ്സിങ് ഏരിയയിലെ ലൈറ്റ് പോയിൻറ്റും നമ്മൾ പുറത്തു നിന്നാണ് വെച്ച് കൊടുക്കുന്നത്. അതായത് ഡ്രസ്സിങ് ഏരിയയ്ക്ക് കയറുന്നതിന് മുന്നാണ് കൊടുക്കുന്നത്. അങ്ങനെ രണ്ട് പോയിൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈറ്റിന് വേണ്ടിയിട്ടാണ് രണ്ട് മോഡുകളുടെ ഒരു ബോക്സ് അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ തൊട്ട് താഴെ 20 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഫിനിഷിങ് 20 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഫുഡ് ലാമ്പ് രണ്ട് മോഡുകളിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡ്രസ്സിങ് ഏരിയയിലേക്ക് നമ്മൾ കടന്നു. ഡ്രസ്സിങ് ഏരിയയിലേക്ക് നമ്മൾ ആ രണ്ട് മോഡുകളുടെ ബോക്സിൽ നിന്നും അല്ലെങ്കിൽ എൻട്രൻസിൻ്റെ ബോക്സിൽ നിന്നും ഒരു 6 മോഡുകളുടെ ഒരു ബോക്സ് നമ്മളിവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഡ്രസ്സിങ് ആയിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലഗ് സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഒരു മിറർ ലാമ്പ് വരുന്നുണ്ട്. മിറർ ലാമ്പ് നമുക്ക് വരുന്നത് ഒരു 195 സെൻറ്റിമീറ്ററിലാണ്. ഫിനിഷിംഗ് ലെവലിൽ 195 സെൻറ്റിമീറ്ററിൽ നമുക്ക് മിറർ ലാമ്പ് സെറ്റ് ചെയ്യണം. അത് സെൻട്രലായിട്ട് വെക്കുക. ബാക്കി വരുന്നതെന്ന് വെച്ചാൽ മുകളിൽ വരുന്ന ഒരു സീലിംഗ് ലൈറ്റ് വരുന്നുണ്ട്. ആ സീലിംഗ് ലൈറ്റ്സ് നമ്മൾ ഈ ബോക്സിലേക്കാണ് പിടിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മിറർ ലാമ്പ്, ഒരു സീലിംഗ് ലൈറ്റ്സ്, പിന്നെ ഒരു പ്ലഗ് സ്വിച്ച് കൂടി വരുമ്പോൾ 5 മോഡുകൾ കറക്റ്റായി കഴിഞ്ഞു. പിന്നെ ഒരു എക്സ്ട്രാ സ്വിച്ച് ഉണ്ട്. നമുക്കത് വേണമെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേറെ ലൈറ്റ് പോയിൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ അതിൽ നിന്ന് തന്നെ ഒരു പൈപ്പ് വെട്ടിക്കൊന്ന് ഒരു 20 mm പൈപ്പ് വെട്ടിക്കൊന്നതിന് ശേഷം നമ്മൾ ഇത് ബാത്റൂമിൻ്റെ ഉള്ളിലുള്ള ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിൻ്റെ ഉള്ളിലുള്ള ബോക്സിൽ നമ്മൾ എക്സോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഒരു മിറർ ലാമ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹീറ്റർ വരുന്നുണ്ട്. ഒരു പ്ലഗ് സ്വിച്ച് വരുന്നുണ്ട്. അത് നമ്മളൊരു 8 മോഡുകളുടെ വയ്ക്കാൻ വേണമെങ്കിൽ ഒരു 6 മോഡുകളുടെ വയ്ക്കാം. ഒരു സീലിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 8 മോഡുകൾ വയ്ക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒരു മിറർ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. വാഷ് ബേസിൻ്റെ മുകളിലുള്ള മിറർ ലാമ്പും അത് ഇതുപോലെ തന്നെ 195 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് വയ്ക്കുന്നത്. പിന്നെ വാഷ് ബേസിൻ്റെ ഏരിയ, ക്ലോസറ്റിൻ്റെ ഏരിയ, കുളിക്കുന്ന ഏരിയ, അങ്ങനെ 3 സെക്ഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇനി ആ ബോക്സിൽ നിന്നും 6 മോഡുകളുടെ ബോക്സിൽ നിന്നും നേരെ ഒരു പൈപ്പ് പൊങ്ങിയതിന് ശേഷം നമ്മളുടെ ഹീറ്ററിൻ്റെ ഒരു ബോക്സ്, 2 മോഡുകളുടെ ഒരു ഹീറ്ററിൻ്റെ പവർ പ്ലഗിന് വേണ്ടി വെച്ച് കൊടുത്തിരിക്കുന്നു. അതിൽ നിന്ന് തന്നെ നമ്മളൊരു എക്സോസ്റ്റ് വെട്ടിയിട്ടുണ്ട്. ആ എക്സോസ്റ്റിൽ നിന്നും ബെൻഡ് ടു ബെൻഡ് ആയിട്ട് മുകളിൽ സീലിംഗ് ലൈറ്റ്സ് ഉണ്ട്. ആ സീലിംഗ് ലൈറ്റ്സും ആ എക്സോസ്റ്റോടും ബെൻഡ് ടു ബെൻഡാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു ബാത്റൂമിൽ അത്യാവശ്യം വരുന്ന ലൈറ്റ്സ്, അതിൻ്റെ സ്വിച്ചുകൾ, കാര്യങ്ങളെല്ലാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന സ്വിച്ച് ബോർഡ് വരുന്നത് 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ്. ബാത്റൂമിൻ്റെ ഫിനിഷിംഗ് ലെവലിൽ നിന്ന് 130 സെൻറ്റിമീറ്റർ ഹൈറ്റ്. അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയയുടെ ആണെങ്കിലും 130 നിങ്ങൾക്ക് വയ്ക്കാം, അല്ലെങ്കിൽ 110 പ്രശ്നമില്ല. കാരണം 110 ആകുമ്പോൾ നമുക്കൊരു ഡ്രസ്സിങ് ടേബിൾ ഇട്ടതിന് ശേഷം അതിൻ്റെ തൊട്ട് മുകളിൽ കിട്ടുന്ന രീതിയിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ 110 സെൻറ്റിമീറ്ററിൽ വയ്ക്കാം, അല്ലെങ്കിൽ 130 സെൻറ്റിമീറ്ററിൽ വയ്ക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ബാത്റൂമിൻ്റെ അകത്ത് എങ്ങനെ വയറിങ് ചെയ്യാം, എത്രേൻ്റെ ബോക്സുകളൊക്കെ വെക്കണമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.